ഹലോ മച്ചമാരെ, കൽപ്പറങ്ങനെ പുതിയൊരു എപ്പിസോഡ് നിങ്ങൾക്ക് സ്വാഗതം മച്ചമാരെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം അഞ്ചാലുമൂട്. കൊല്ലം അഞ്ചാലുമൂടിൽ പനയല്ലേ, പനയം എന്ന് പറയുന്ന സ്ഥലത്താണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന അപ്പു എന്ന് പറഞ്ഞ വ്യക്തിയാണ് നമുക്ക് പ്രാങ്ക് നിൽക്കുന്നത്. ചെയ്യാൻ പോകുന്ന പുള്ളിക്കാരൻ്റെ വൈഫാണ്. വൈഫിൻ്റെ ബർത്ത്ഡേ ആണ് 2 ദിവസം കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിന്ന് സുട്ടൻ്റെ അച്ഛൻ്റെ പ്രകാരം സുട്ടൻ്റെ അമ്മയെ നമ്മൾ അവിഹിതത്തിന് പറ്റിക്കാൻ പോവാം. ഇത് അമ്മാമ്മ, ഇത് അമ്മ, ഇവർക്കറിയാം. പുള്ളി സിദ്ധാർത്ഥ നമുക്കിന്ന് ക്യാമറയ്ക്കകത്തൊക്കെ ഹെൽപ്പ് ചെയ്യാനും കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ് സുട്ടു ചെയ്യാം, നമുക്ക് ചെയ്യാം. അവൻ നോക്കൂ, ഇവൻ ഏതാ ഇവനൊക്കെ, ഇവനൊന്നും ഇവിടെ നിന്ന് കണ്ടില്ല, ഇവൻ ഏതാ ഇവൻ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നോക്കുക. എന്തായാലും ഗൈസ്, നിങ്ങൾക്ക് ഇതുപോലെ പ്രാങ്ക് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇത് നമ്മൾ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വാ. അപ്പുവിൻ്റെ അമ്മയല്ലേ അല്ലേ? അപ്പുവിൻ്റെ അമ്മ ഒന്ന് വരാമോ? ഇതാരാ? അതെൻ്റെ അമ്മ, ആ നൈറ്റിട്ടേക്കുന്നത്. ഇത് എൻ്റെ അപ്പൂൻ്റെ പെണ്ണാണ്. ഇത് കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇത് അപ്പുവിൻ്റെ വൈഫല്ലേ പെങ്ങളെ. ഞാനും അപ്പു തമ്മിൽ കുറേ കാലമായിട്ടുള്ള ഫ്രണ്ട്സായിരുന്നു. അവൻ്റെ നിന്ന് വണ്ടിയൊക്കെ ഞാൻ റെൻറ്റിന് എടുക്കുമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ വരുമായിരുന്നു, കൊണ്ടുപോയി എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇയാൾ വന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫുമായിട്ട് ചെറിയൊരു അടുപ്പമൊക്കെ തുടങ്ങി. ഞാൻ ഫ്രണ്ടാണെന്നാണ് ആദ്യം ഞാൻ കണ്ടങ്ങ് വിട്ടത്. ഞാൻ ഇപ്പോൾ പെങ്ങളായിട്ടല്ലേ കാണുന്നത്, അങ്ങനെ നമ്മൾ കണ്ടോളൂ. അവസാനം ഞാനറിയാതെ ഇവക്ക് റെൻറ്റിന് കൊടുക്കാൻ തുടങ്ങി, സംസാരമായി. അവസാനം ഇവർ തമ്മിൽ ഞാൻ ഏകദേശം ഒരു 3-4 ദിവസം മുന്നേ രാത്രി കുറച്ച് ചാറ്റും കോളെല്ലാം കൂടെ ഞാൻ പിടിച്ചിട്ടുണ്ട്. പെങ്ങളിത് അറിയുന്നുണ്ടോ? പെങ്ങൾ രാവിലെ ഞാൻ കഷ്ടപ്പെട്ട് കടം മേടിച്ച് കുഞ്ഞിന്റെ സ്വർണം വരെ പണയം വെച്ചിട്ട് അവനെ പറഞ്ഞ് ഗൾഫിൽ വിട്ടേക്കുന്നത്. എന്നിട്ട് മര്യാദക്ക് അവിടെ നിന്നൂടെ? കുറച്ച് അവരങ്ങനെ ഇരിക്കുന്നെന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടിലെ ആണുങ്ങളും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടല്ലേ അല്ലേ? ഇപ്പം അത് മാത്രമല്ല, ഈ പൈസയുടെ കേസ്, കുറച്ച് പൈസയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ വാങ്ങിയിട്ടുണ്ട്, ഇടപാടുണ്ടായിട്ടുണ്ട്. ഇത് മോശമായിട്ടുള്ള കാര്യമാണോ അല്ലേ? എനിക്കിത് വേറെ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യത്തിന് വന്നതല്ല. ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവർ ഇപ്പം വണ്ടി റെൻറ്റിന് കൊടുക്കുന്ന എല്ലാം പേരെന്താണ്? ശരി, ലക്ഷ്മിക്ക് അറിയോ വണ്ടി റെൻറ്റിന് കൊടുക്കുന്നത്? അറിയോ? ഇങ്ങനെ ഇത് കണക്കെ കൊടുത്ത് ഞാൻ അറിയാതെ ഇവർ കറങ്ങാൻ പോയെന്നൊക്കെയാണ് പറഞ്ഞത്. എവിടെയെങ്കിലും പോയെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇത് എങ്ങനെ പൊക്കുന്നതെന്നറിയോ? ഇവരെ ഏകദേശം ഒരു 2-3 ആഴ്ചയായ മുന്നേ, 2-3 ആഴ്ചയല്ല, 1-2 മാസത്തോളമായി കാണും. ഇവർ ഇത് കണക്ക് പോവുകയും പലയിടത്ത് കാപ്പിലോ സംതിങ് എന്തോ കറങ്ങാനൊക്കെ പോയി, ഈ വണ്ടി റെൻറ്റിന് കൊടുക്കുന്നുള്ള പേരിലൊക്കെ പോയി അത് കാണുകയും എടുക്കുകയൊക്കെ ചെയ്ത്. അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമില്ലേ? മര്യാദയ്ക്ക് ഷോറൂമിൽ പോയിക്കൊണ്ടിരുന്നവൻ അവൻ അവിടെ അത് നിർത്തി ഫ്ലോട്ടിൻ്റെ പണിക്ക് പോയി അവൻ ഇത്ര ഇമ്മാതിരി ആയിപ്പോയി കേട്ടോ. നിങ്ങളാ ഈ കാര്യം വിളിച്ച് ചോദിക്കാത്ത എന്താ? ഞാൻ രാവിലെ അമ്മയെ ഇത് രാവിലെ ഞാൻ ചേച്ചിയെ വിളിച്ച് കാര്യം പറഞ്ഞപ്പം ചേച്ചി അവനെ വിളിച്ച് സംസാരിച്ചായിരുന്നു. അതിനുശേഷം അവൻ്റെ നെറ്റ് ഓഫാ. അപ്പം എന്തോ അവൻ പറഞ്ഞേ? അല്ല, രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞല്ലേ, വിളിച്ച് കരഞ്ഞെന്നൊക്കെയല്ലേ പറഞ്ഞത്? അവൻ എന്തോ പറഞ്ഞേ ആ സമയത്ത്? അവൻ ഭയങ്കര കരച്ചിലായിരുന്നു, പറ്റിപ്പോയടേന്ന്. ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ പറ്റിപ്പോയടേന്ന്. അത് ശരിയായിട്ടുള്ള കാര്യമാണോ? ലക്ഷ്മി പറയും, മറ്റൊരുത്തൻ്റെ ഭാര്യയും കൂടെ കൊണ്ട് കറങ്ങി നടക്കും. അത് നമ്മളെ വീട്ടിൽ കയറ്റുന്നത് നമ്മളൊരു മര്യാദ ഇല്ലേ? ഇപ്പം നമ്മുടെ ഭാര്യയെ അവൻ്റെ പെങ്ങളെ പോലെ കാണുമെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ കയറ്റുന്നത്. എന്നിട്ട് വീട്ടിൽ കയറി വന്നിട്ട് ഇങ്ങനെ പറയാതിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവർ പോവുകയും റൂം എടുത്തതിനൊക്കെ ഉള്ള ശക്തമായ തെളിവുകളുണ്ട്. റൂം എടുത്തതിന് എൻ്റെ കൂട്ടുകാരൻ കണ്ടിട്ടാണ് എനിക്കിതിന്, ഞാൻ ആദ്യം വിചാരിച്ചത് എൻ്റെ ഭാര്യയെല്ലാം അങ്ങനല്ലേ ചേച്ചി. കാപ്പിൽ ഇത് ഡ്രൈവിന് അങ്ങനല്ല, ഇവർ കാപ്പിൽ മറ്റേ മരങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലമില്ലേ, അവിടെ കണ്ട് ഇങ്ങനെ സ്പോട്ട് ചെയ്ത്. സംസാരിക്കാത്തവരും എടുക്കാത്തവരും ആരും ഇല്ലല്ലോ, റൂമൊന്നും എടുത്ത് കാണത്തില്ലായിരിക്കും. പക്ഷെ അതങ്ങനെ വെറുതെ കൊച്ചിനെ വിഷമിപ്പിക്കൊന്നും ചെയ്യരുത്. വിഷമിപ്പിക്കുന്നതല്ല, അവളെ വീട്ടുകാരെ നിർത്തിച്ചിറങ്ങി വന്നതാ. അതുകൊണ്ട് കൊച്ചിന് വിഷമമുള്ള കാര്യം എന്തോ ഞാൻ പറഞ്ഞേക്കാം. നമ്മള് വിഷമിക്കുന്നില്ല, നമ്മള് കാര്യമായിട്ട് എൻ്റെ കൊച്ചിനെ വിഷമിപ്പിക്കുന്നത്.
നമ്മൾ കാര്യമായിട്ട് പറഞ്ഞല്ലേ. ഞാൻ ഇച്ചിരി ഞാൻ വിളിക്കുമല്ലോ, വിളിക്കുമ്പോൾ നമ്മൾ ചോദിക്കുമല്ലേ. അത് മാത്രമല്ല ഈ പയ്യനെ അപ്പു എന്ന് പറഞ്ഞ പയ്യനില്ലേ, അപ്പു എന്ന് പറഞ്ഞ പയ്യനില്ലേ, അവന് വേറെ എന്തോ അടിയോ പിടിയോ എന്തേണ്ട പ്രശ്നങ്ങളോ തമ്മിൽ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടില്ല. അല്ല എനിക്ക് അപ്പൂനെ അറിയാം, ആള് മാറിയെന്ന് പറഞ്ഞു. സത്യം. അപ്പൊ നിങ്ങൾ വീണ്ടും അപ്പൂന്ന് പേര് പറഞ്ഞു. വിശാഖത്ത് ആദ്യം പറഞ്ഞു ഇത് ഇത്രയും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് ഉദ്ദേശിച്ച ആളല്ല, ആള് മാറിയെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ അല്ല അപ്പൂന്റെ അമ്മ തന്നെയല്ലേ, എൻ്റെ നമ്പർ എങ്ങനെ കിട്ടി? ഞാൻ പറഞ്ഞു അത് ഞാൻ നിങ്ങളുടെ പെണ്ണുമ്പളുടെ ഫോണിൽ നിന്നാണ് എടുത്തതെന്നും പറഞ്ഞു എൻ്റെ അടുത്ത്. ഇത് ഇത്രയും നിങ്ങൾ എന്നോട് പറഞ്ഞു. ഇവൻ ഞാൻ പറയട്ടെ, എനിക്ക് വണ്ടി റെന്റിന് എടുക്കുന്ന പോട്ടെ, ഇവരെന്തിനീ കറങ്ങാനൊക്കെ പോണം? അന്നേ ഞാൻ റെന്റിന്റെ പ്രശ്നം വന്നപ്പോഴേ അന്നേ ഞാനിത് പറഞ്ഞായിരുന്നു. ലക്ഷ്മിക്ക് എന്ത് ഇതിനകത്ത് പറയാനുള്ള പറയ്. ലക്ഷ്മി ഈ സംഭവം അറിഞ്ഞായിരുന്നോ? അവൾ പറഞ്ഞ കണക്കാ വീട്ടുകാരെയും വെറുപ്പിച്ച് ഇറങ്ങി വന്നേ വെച്ചേ ഞാനൊന്നും പറയാം. ഓ ലവ് മാരേജ് ആയിരുന്നോ ഇവര്? 5 വർഷമോ? എന്നിട്ട് അവൻ പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതല്ലേ പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറയട്ടെ, എന്റെ ഭാര്യയെ നല്ലതാണ്, അവളുടെ ഭാഗത്ത് ഒരു തെറ്റില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, അവളുടെ ഭാഗത്ത് തന്നെ തെറ്റുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ആൺപിള്ളേര് പറയട്ടെ വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങൾ ഇങ്ങനെ ആവാനേ ഇപ്പൊ ഒന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ കൊണ്ട് കൊള്ളാഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ വേറെ എന്തെങ്കിലും രീതികളോ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ഒരു തുറന്നൊരു സംസാരം നിങ്ങളെ ഭാര്യയായിട്ടില്ലായിരിക്കും, അതിനായിരിക്കും ചിലപ്പോൾ അവൾ ഇവരോട് സംസാരിക്കും. ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കുക ചേച്ചി, എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ, എൻ്റെ കുടുംബം, ഇതൊക്കെ ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് നാളത്തേക്ക് ഇവളുടെ സ്പെൻഡ് ചെയ്യാൻ ടൈം പറ്റിയില്ല എന്ന് പറഞ്ഞ് നാട്ടിലെ ആണുങ്ങളെയാണോ ഉടനെ ആശ്രയിച്ചു പോകുന്നത്? എനിക്കറിയാം ഒരു കുടുംബത്തിൽ വന്നൊരു പ്രശ്നം ഉണ്ടാക്കുന്ന വിചാരിച്ചാൽ ഞാൻ വന്ന് സമാധാനത്തിൽ കാര്യം പറഞ്ഞത്. ലക്ഷ്മി ഞാനൊരു കാര്യം ചോദിക്കും, ലക്ഷ്മി എന്തെങ്കിലും ലക്ഷ്മിക്ക് ഇങ്ങനെ എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെ ഇയാളുടെ പെരുമാറ്റത്തിലോ? അവിടാണ് ഞാനും പാളിപ്പോയത്. ഞാനും ഇതൊക്കെ സ്നേഹിച്ച് കെട്ടിയതാ. ഞങ്ങളുടെ മോൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും ഞാൻ പറയുന്നത് അത് തന്നെ. പിന്നെ എന്തിനാ അമ്മ അവൻ രാവിലെ വിളിച്ചിട്ട് കരഞ്ഞിട്ട് പറ്റിപ്പോയി? അതുകൊണ്ടാണ് എനിക്കൊരു സംശയം, അവന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ വരുന്നേ അല്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കാര്യം അപ്പു ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, എല്ലാവരുമായിട്ട് അത്യാവശ്യം നൈസായിട്ട് ഡീൽ ചെയ്യുന്നതാണ്. ഞാൻ ആദ്യം അപ്പൂന്ന് എന്നെ വിളിച്ച് പറഞ്ഞ എടാ പോടാ, അവൻ അങ്ങനെ ചെയ്യത്തില്ല, ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ലെന്നാണ് ആദ്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഉടനെ എൻ്റെ ദാമ്പത്യ ജീവിതം പോയില്ലേ? എനിക്കതൊന്നുമല്ല ഏറ്റവും. ലക്ഷ്മി ഇത് ചോദിക്കാൻ പറയും, ഒന്നും ചെയ്തില്ലേ? അറിഞ്ഞില്ലേ? ഇതൊന്നും അറിഞ്ഞില്ലല്ലേ? ഫോൺ ചെക്ക് ചെയ്തില്ലേ പുള്ളി? അങ്ങനൊന്നും ഇല്ല. പിന്നെ എങ്ങനെ ഇവര് തമ്മിൽ ഇതായെന്ന് എനിക്കറിയത്തില്ല. ലക്ഷ്മിക്ക് ഇതിനകത്ത് എന്തോ പറയാനുള്ളത്? ലക്ഷ്മി പറയ്. ലക്ഷ്മി പറയും. ഇവര് പണം ഇടപാട് മാത്രമല്ല, എന്താണ്ടൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. കാര്യം അതിൻ്റെയൊക്കെ മെസ്സേജ് ഞാൻ കണ്ടതായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ലക്ഷ്മിക്ക് ഗിഫ്റ്റൊക്കെ തരാറുണ്ടോ? ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. എന്ത് തരം ഗിഫ്റ്റാണ് കൊടുക്കാറുള്ളത്? അതുപോലെ എൻ്റെ വീട്ടിലും കിടപ്പുണ്ട് 4-5 ചുരിദാറും കാര്യങ്ങളൊക്കെ. കുറച്ച് ചുരിദാറും ഡ്രസ്സും പിന്നെ വേറെ എന്താണ്ടൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. മറ്റേ പാവയും ഇല്ല കൈ വെക്കുമ്പോൾ ഇങ്ങനെ തിളയ്ക്കുന്ന ഒരു ലവിൻ്റെ അകത്ത് ചുമന്ന വെള്ളം വരുന്ന സാധനവും ഞാനിതൊന്നും മേടിച്ച് കൊടുത്തിട്ടില്ല. ശരിയാണ് എന്ന് പറഞ്ഞാൽ അവളെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ട്. അതൊക്കെ ലക്ഷ്മിക്ക് മേടിച്ച് തന്നിട്ടില്ല. അവൾക്ക് മേടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപർണയ്ക്ക് ഇഷ്ടം പോലെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ ഏകദേശം കുറേ ഞാൻ ഒരു ടൈമിൽ ഞാൻ ഏകദേശം ഒരു 6-7 മാസത്തേക്ക് ഇവിടെ ഇല്ലായിരുന്നു. വീട്ടിൽ വന്നപ്പോൾ ഷോക്കേസ് നിറയെ ടോയ്സ്, കുറേ ഡ്രസ്സ്. ഈ ഡ്രസ്സൊന്നും എടുത്താൽ ഞാൻ അറിഞ്ഞ പോലും ഇല്ല. എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. ആരുടെ? വെരി ഗുഡ്. ലക്ഷ്മിക്ക് ഇതിനകത്ത് എന്തോ പറയാനുള്ള? ലക്ഷ്മി ഇങ്ങനെ മിണ്ടായിരുന്നാൽ പോരെ. ലക്ഷ്മി എന്തെങ്കിലും പറയും. ഒരു 2 വാക്കേലും പറയാം. കാര്യം ഞാൻ അവിടെ നിന്ന് ഇവിടം വരെ വണ്ടി ഓടിച്ച് ഇങ്ങനെ എത്തിയത് ഇത് പറയാം. ലക്ഷ്മിയുടെ ഒരു അഭിപ്രായം കേൾക്കാൻ വേണ്ടി. കാര്യം അമ്മ മാത്രമല്ല, നിങ്ങളുടെ വൈഫാണ് പറയേണ്ടത്. ലക്ഷ്മിക്ക് ഇതിനകത്ത് എന്താണ് ഒരു അഭിപ്രായം? അല്ലെ എന്താണ് ലക്ഷ്മിയുടെ ഒരു?
അങ്ങനൊന്നും ചെയ്യത്തില്ല. അങ്ങനൊന്നും ചെയ്യത്തില്ല. അങ്ങനൊന്നും ചെയ്യത്തില്ല. ആ പിന്നെ അങ്ങനൊന്നും ചെയ്യാതെ ഞാൻ എന്തിനാ ഇവിടെ വരുന്നേ? ഞാൻ തപ്പിപ്പിടി പോട്ട് അമ്മയെടുത്ത് അവൻ എന്തോ പറഞ്ഞ പറ്റിപ്പോയെന്ന് എന്തിനാ അവൻ പറയുന്നത്? അവൻ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. വണ്ടി കൊണ്ടുപോയതിന്റെ ആയിരിക്കും. വേറെ എന്തുണ്ടെങ്കിലും ഞാൻ വിളിച്ചു. അപ്പൊ ഈ ചുരിദാർ മേടിച്ചു കൊടുത്തയോ? ഈ ടോയ്സും സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തയോ? ഗിഫ്റ്റ് വേറെ ആരെങ്കിലും ആയിരിക്കും. അല്ല ഞാൻ മെസ്സേജ് കണ്ടല്ലോ. എന്തോ മെസ്സേജ്? അല്ല അതെന്റെ വേറെ ഫോണിലാണ് ഇരിക്കുന്നത്. ഞാൻ ആ ഫോണും കൊണ്ടുവരാം. വേണ്ട, അപ്പൂനെ തന്നെ വിളിച്ചോണ്ട് ഞാൻ വരാം. അപ്പൂന്റെ വോയിസ് മെസ്സേജ് അതിനകത്തുണ്ട്. ഞാനിത് അത്യാവശ്യമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വന്നതല്ല. അല്ല ഒരു വീട്ടിൽ കയറി ഒരു പ്രശ്നം ഉണ്ടാക്കാനാണ് അമ്മ. ഞാൻ പ്രശ്നം ഉണ്ടാക്കാനാണോ രാവിലെ വിളിച്ചപ്പോൾ സംസാരിച്ചത്? അല്ലേ, കാര്യം പറയാനായിട്ടോ വന്നത്. ഇവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, വിനുവിനെ ഒന്ന് വിളിക്കാമോ? വിനുവിന് ഈ കാര്യം അറിയാം. വിനുവിനെ അറിയാം. വിനു ആണ് അമ്മയൊക്കെ കണക്ട് ചെയ്ത് എല്ലാവരുമായിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയത്. വിനുവിനെ ഒന്ന് വിളിക്കാമോ? വിനുവിൻ്റെ നമ്പർ ഉണ്ടോ? മാമനാണോ? അപ്പം ഫ്രണ്ടാന്ന് പറഞ്ഞു. ഫ്രണ്ടാന്ന് പറഞ്ഞു ആണല്ലേ? ഈ വിനു എന്ന് പറഞ്ഞ പുള്ളിക്കാരുണ്ടല്ലോ, പുള്ളിക്കാരനെ ഇതറിയാം. ഒന്ന് വിളിച്ച് ചോദിച്ചേ വിനുവിനെ. ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് ചോദിക്ക്, ഇവൻ ഇത് കണക്ക് അപർണയെന്ന് പറഞ്ഞ പെങ്കൊച്ചിനെ അറിയാവോ, അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്ക്. അപ്പോൾ പറഞ്ഞുതരും. ഒരു 18 എങ്ങാണ്ടാ ലാസ്റ്റ്, 18 അതെങ്ങാണ്ടാണെന്ന് വിളിച്ചതെന്ന്. അവനൊക്കെ അറിയാവുന്നു. മറ്റേ നമ്പർ എൻ്റെ ഇല്ലല്ലേ? ഹലോ, പിന്നെ കൊച്ചമ്മ ഒരു അപർണയെന്ന് പറഞ്ഞൊരു പെണ്ണിനെ അറിയാവോ? രാവിലെ ഞാൻ ഇങ്ങോട്ട് ഞാൻ ചോദിക്കാം. ഹലോ രാവിലെ ഞാൻ വിളിച്ച് സംസാരിച്ച ഓർമ്മയില്ലേ? വിളിച്ചായിരുന്നു. ഞാനിപ്പോൾ സ്പീക്കർ ഇടാം, ഞാൻ ചോദിക്കാം. അപ്പം ഇവർ എൻ്റെ അടുത്ത് ലക്ഷ്മി എന്ന് പറഞ്ഞ പെൺകുട്ടി പറയുന്നത് അങ്ങനെ ചെയ്യത്തില്ലെന്നാ. ഞാൻ ഇപ്പോൾ സ്പീക്കർ ഇട്ടേക്കുവാണേ. വീട്ടിൽ ഇവർക്ക് അറിയാമായിരുന്നോ ഇതിനെക്കുറിച്ച്? ഞാൻ വീട്ടിലുണ്ടല്ലോ. അറിയാത്തത് കൊണ്ടാണ് ഞാൻ അമ്മയോട് സംസാരിക്കാൻ വന്നത്. ഈ വൈഫിനോട് ഇത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞത്. ബ്രോ ആണല്ലേ? എന്നിട്ടത് പറയാനറിയാങ്കി ചേച്ചിയല്ല മോനെ, വലിയവളാടാ ലച്ചു. അതുമല്ല ബാക്കിയുള്ളവരോ? ഇപ്പൊ ലക്ഷ്മിക്ക് വിശ്വാസമായ ഞാൻ എന്തിനാ വീട്ടിൽ വന്ന് കള്ളം പറയേണ്ട ആവശ്യം എന്തിനാ? ഒരു വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ ഇല്ലാത്തൊരു കാര്യം പറയേണ്ട കാര്യം എനിക്കെന്താ? അത് ഇങ്ങനത്തെ ഒരു കാര്യം ബ്രോ. ഞാൻ കാര്യം പറഞ്ഞു വരുമ്പോൾ തെളിവ് കൊണ്ടുവരണം. തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് അത് വീട്ടിൽ വെച്ചിട്ടാണോ വരുന്നത്? അല്ല, ഞാൻ വേറെ അത്യാവശ്യത്തിന് ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഈ ഒരു കാര്യത്തിൽ ഇങ്ങോട്ട് വന്നത്. ഇപ്പം അപ്പുവിനെ വിളിച്ച് സംസാരിച്ചപ്പം ബ്രോ അടുത്ത കാര്യങ്ങൾ പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞായിരുന്നു. ഞാൻ വീട്ടിൽ ഇവർ അമ്മയുടെ കാര്യങ്ങൾ അമ്മയുടെ കാര്യം സംസാരിക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. ഇത് പറഞ്ഞിട്ട് പോകാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ വരും വൈകുന്നേരം അല്ലെങ്കിൽ ഒരു നാളെ ഒരു സമയത്ത് ഒരു ഉച്ച സമയത്തൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാ റെക്കോർഡുമായിട്ട് ഞാൻ ഇവിടെ വന്ന് പറയാതിരുന്നതാണ്. പക്ഷെ എനിക്കൊരു അത്യാവശ്യ കാര്യം കണ്ടാൽ ഞാൻ ഇതുവഴി പോയപ്പോഴും ഞാൻ കയറിയതാണ്. ഓക്കെ, ഇനി ഇപ്പം ലക്ഷ്മിക്ക് വിശ്വാസമായല്ലോ. ഞാനിനി തെളിവുകളൂടെ കൊണ്ടുവന്നേ വിശ്വസിക്കത്തുള്ളെങ്കിൽ വോയിസ് മെസ്സേജൊക്കെ ഞാൻ കൊണ്ടുവന്ന് കേൾപ്പിച്ചോളാം കേട്ടോ ലക്ഷ്മി. അപ്പം എനിക്ക് കുറച്ച് സാമ്പത്തിക ഇടപാടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞോളാം. അത് അപ്പോൾ എനിക്ക് തരുമോ അല്ലെങ്കിൽ നിങ്ങൾ വരുമോ? ആരെങ്കിലും ഒരാൾ അതങ്ങ് സെറ്റിൽ ചെയ്ത് തന്നാൽ മതി. അപ്പു അല്ലേ? അത് അപ്പു മകനല്ലേ? മകനാന്നുകൊണ്ട് ഇമാതിരി കന്നന്തിരി കാണിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റത്തില്ല. ഞാൻ സപ്പോർട്ട് ചെയ്യണമെന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എനിക്കുണ്ടായ നഷ്ടങ്ങൾ ഇതെങ്കിലും ഒന്ന് നികത്തും. വൈഫോ ഇങ്ങനായി, അത് പോട്ടെ അടുത്തൊരാളെ കിട്ടാത്തതൊന്നും അല്ലല്ലോ, അത് വിട്. പക്ഷേ പൈസ എൻ്റെ കഷ്ടപ്പെട്ട് ഞാൻ അധ്വാനിച്ച അതെനിക്ക് കിട്ടിയാൽ മതി. അവര് തമ്മിലുള്ളതിന് അവർ തമ്മിൽ ഇപ്പം എന്തായാലും കഷ്ടപ്പെട്ട് പൈസ ഇപ്പം എന്തായാലും നമ്മൾ തരാൻ പോണില്ല. അപ്പു വന്നാൽ മതി. അപ്പവും തരത്തില്ല. കാര്യം അപ്പൂനോടൊരു കൊച്ചുണ്ട്.
അല്ല അപ്പു അപ്പോൾ ഒരു കൊച്ചുണ്ട് ഇവിടെ ഇവളും ഉണ്ട് അപ്പു തരുമെന്ന് അപ്പു പ്രതീക്ഷിക്കാൻ വേണ്ട. അപ്പു വാങ്ങിയ പൈസയാണ് അതെല്ലാം. അപ്പു വാങ്ങിയ പൈസ അവള് വേറെ എല്ലാവർക്കും കൊടുത്തിട്ട് അപ്പുവിന്റെ പേര് പറഞ്ഞായിരിക്കും. സ്റ്റേറ്റ്മെന്റ് എടുത്ത് കാണിച്ചാലോ? അപ്പു മേടിച്ചെന്ന് പറയുന്നില്ല, ഇവള് പറഞ്ഞ അപ്പു പൈസ കൊടുക്കണമെങ്കിൽ തെളിവ് കൊണ്ടുവരാം. ലക്ഷ്മിക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയില്ല. ഞാൻ തെളിവ് കൊണ്ട് ഇപ്പം വിശ്വാസമായല്ലോ. ഞാൻ കള്ളം പറഞ്ഞ ലക്ഷ്മി ഒന്ന് മുഖത്ത് നോക്കി സംസാരിക്കും പ്ലീസ്. ദൈവം ഞാൻ ഇവിടം വരെ വന്നില്ലേ, ഇപ്പം വിശ്വാസമായല്ലോ. ഞാൻ ഇനി തെളിവ് കൊണ്ടുവരുമ്പോൾ ബാക്കിയും കൂടെ വിശ്വസിച്ചാൽ മതി. എന്തെങ്കിലും ഇനി പറയാനുണ്ടോ? ഈ ബർത്ത്ഡേ ആയിട്ട് മറ്റന്നാളല്ലേ ബർത്ത്ഡേ ആയിട്ട് ലക്ഷ്മിക്ക് അവൻ എന്തെങ്കിലും തന്നോ? ഒന്നും തന്നില്ലല്ലോ. എന്നാൽ ഇത് തന്നേന്നും കൂട്ടിക്കോ. ഇത് കേൾപ്പനങ്ങ് തന്നെ യൂട്യൂബ് ചാനൽ ഫ്രാങ്ക് ഷോ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ പല രീതിയിൽ ആദ്യം ആലോചിച്ചിട്ടും അങ്ങനൊന്നും ശരിയാതില്ല. അങ്ങനെ ആലോചിച്ചിട്ട് അവസാനമാണ് ഈ അവഹിതത്തിലോട്ട് എത്തിയത്. ഇതിനകത്ത് അമ്മയും അച്ചാച്ചനും അമ്മാമ്മയ്ക്കൊക്കെ അറിയായിരുന്നു. അമ്മാമ്മ ഇടയ്ക്ക് കയറി അമ്മാമ്മയ്ക്ക് ഇത് എക്സ്പീരിയൻസ് ഇല്ല, അതിൻ്റെയാണ്. അപ്പോൾ നമ്മളിത് ചെയ്തേക്കുന്നത് കൊല്ലം അഞ്ചാലുമൂട് പനയത്താണ്. നമുക്ക് ആദ്യം ലക്ഷ്മിയോട് ചോദിക്കാം. ലക്ഷ്മി എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു വാക്ക് പോലും മിണ്ടിയില്ല. അതെന്തോ മിണ്ടാഞ്ഞെന്ന് എനിക്കറിയത്തില്ല. ഞാൻ 20 മിനിറ്റ് ആയിട്ട് ചോദിക്കാം, താങ്കൾ ഒരു 2 വാക്ക് പറ പ്ലീസ്. എന്തോ ചിന്തിച്ചേ ഇങ്ങനെ ഇഷ്യൂ വരുന്നപ്പോൾ? മറ്റേലും മാമനെ വിളിച്ചപ്പം വിശ്വാസമായില്ലേ? വിശ്വാസമില്ല. അച്ചാച്ചന്റെ പേരെന്തായിരുന്നു? സൈനുദ്ദീൻ. ജയ, രാഗിണി. ലക്ഷ്മി പേരെന്തായിരുന്നു? സിദ്ധാർത്ഥാണ് നമ്മുടെ ക്യാമറയിൽ. അയ്യോ അത് മറന്നുപോയി. സോറി. അമ്പാടി ബ്രോ, ദക്ഷിത്. അപ്പം അപ്പു ബ്രോ ഹാപ്പി ആയില്ലേ? സെറ്റ് ചെയ്തല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ക്യാമറയിൽ പുള്ളിക്കാരൻ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഒരു ക്യാമറ ഹാൻഡിൽ ചെയ്തത് എനിക്കറിയത്തില്ല. ഇത് അതെങ്ങനെ എടുത്തത്. നല്ല ക്ലിപ്പ് എടുത്തത്. ഇവനെങ്ങനെ ഇത് ആദ്യമായിട്ട് ഇത്രയും ക്ലിയർ ആയിട്ട് എടുത്തതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഗൈസ്, നിങ്ങൾക്കും ഇതുപോലെ പ്രാങ്ക് ചെയ്യാൻ ഇതണക്ക് ബർത്ത്ഡേ ആനിവേഴ്സറികളോ എന്തോ കൂട്ടുകാരോ എന്തോ നമുക്ക് ചെയ്യും. ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇത് നമ്മൾ കേരളത്തിൽ എവിടെ ആണെങ്കിലും വന്ന് ചെയ്യും. ഒരു വിഷയമില്ല, നമ്മൾ സെറ്റായിട്ട് ചെയ്ത് തരാൻ മച്ചാൻ വരെ. അപ്പം ഇത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കമൻറ്റ് ബോക്സ് നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്തായാലും ഇനി അടിപൊളിയായിട്ടുള്ള വീഡിയോ വരുന്നതായിരിക്കും. അതൊരു മൈ ഡിയർ ഫ്രണ്ട്സ്, ബൈ ബൈ. എല്ലാവരും ബൈ പറ. ബൈ. കുറി വെച്ച വീഴണം.